അടിപൊളിയായിരുന്നു. ലാലേട്ടനായിട്ട് ഒരു പടമാക്കിയ ഒരു മൂവിയായിരുന്നു. നല്ല മൂവിയായിരുന്നു. ശരി, കാസ്റ്റ് ആൻഡ് ക്രൂ നൈസ്. ലാലേട്ടനാണ് കുറെ കാലമായിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഇറക്കിയത്. യെസ് ഓഫ് കോഴ്സ്. നല്ല മൂവിയായിട്ട്. എൻ്റെ അമ്മേ, ഒരു രക്ഷയില്ല. സത്യം പറഞ്ഞാൽ അത് കണ്ടതിൻ്റെ ഒരു നിൽക്കുക. ഭയങ്കര ബ്യൂട്ടിഫുൾ പടം. ഒരു രക്ഷയില്ല. ഭയങ്കര ഹാപ്പി. ഞാൻ പിന്നെ സ്ലീപ്പേഴ്സിലല്ല, ഓൾറെഡി മോഡൽ ഫാനാണെന്ന് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതാണ്. വീണ്ടും അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ മൊമെൻറ്റ്സ് ഉണ്ട് പടത്തിൽ. ശരിക്കും നമ്മളിങ്ങനെ ഇത് ചെയ്യണ മൊമെൻറ്റ്സ്. പഴയതൊന്നുമില്ല, ലാലേട്ടനുണ്ട്, അത്രയേ ഉള്ളൂ. ലാലേട്ടൻ തുടരും, യാതൊരു സംശയവും വേണ്ട അതിനകത്ത്. അമേസിംഗ് ആണ് പടം, ഗംഭീരമാണ്. തരുൺമൂർത്തി ബ്യൂട്ടിഫുൾ മേക്കിംഗ്. എല്ലാവരും കേട്ടോ, എല്ലാവരും. പ്രകാശ് വർമ്മയുടെ കാര്യം കൂടി എടുത്തു പറയണം. നന്നായിട്ടുണ്ട്, ഗംഭീരമാണ്. അപ്പം നിങ്ങൾ ബാക്കിയുള്ളത് മോഹൻലാൽ അടിപൊളി. പഴയ മോഹൻലാൽ വില്ലൻ അടിപൊളി. ഇറ്റ്സ് എ വെരി ഗുഡ് ഫാമിലി മൂവി. നല്ലൊരു കുറേ കാലത്തിന് ശേഷം നല്ലൊരു ഫാമിലി മൂവി കണ്ടൊരു ഫീൽ ഉണ്ടായി. ഓക്കെ, പിന്നെ നമുക്ക് നമ്മളുടെ ഫാമിലിയായിട്ടും ആ ഒരു ഫസ്റ്റ് പാർട്ട്, ആ സോങ്ങും എല്ലാം കൂടി കാണുമ്പോൾ നല്ലൊരു നമുക്കുള്ള ഒരു ഫാമിലി ബോണ്ട് നമുക്ക് ഫീൽ ചെയ്തു. മോഹൻലാലും ശോഭനയും, ആ ബ്രദർ ആൻഡ് സിസ്റ്റർ, അതേപോലെ തന്നെയാണ് ഞങ്ങളുടെ ഫാമിലിയിലും. അതേപോലെ എനിക്കൊരു മോനും മോളുമാണ്. അപ്പോൾ അതേപോലത്തെ ഒരു ഫാമിലി ബോണ്ടാണ് എനിക്കും ഫീൽ ചെയ്തത്. മോഹൻലാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുറേ കാലത്തിന് ശേഷം എനിക്ക് മോഹൻലാൽ ഫാനാണ് ഞാൻ. ബട്ട് എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് മോഹൻലാലിനോട് ഒരു ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള മൂവിയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഈ മൂവിയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മോഹൻലാൽ. ആ പഴയ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയൊരു ഫീല് ഉണ്ടായിരുന്നു. വില്ലന്മാർ രണ്ടുപേരും സൂപ്പർ ആക്ടിങ് ആണ് കേട്ടോ. അടിപൊളി ആക്ടിങ്. വില്ലൻ റോളിന് പറ്റിയ രണ്ടാൾക്കാർ, പോലീസുകാർ. അടിപൊളിയായിരുന്നു. പീക്ക് ആക്ടിങ് മോഹൻലാൽ. വില്ലൻ ഓൾസോ ഗുഡ്, ലൈക്ക് റിയലി ഗുഡ്. എല്ലാവരും നല്ല ആക്ടിങ്. പക്ഷെ മോഹൻലാൽ സ്ക്രീനിലാണ്, പിന്നെ മോഹൻലാൽ തന്നെ നോക്കുന്നത്. നമുക്ക് പഴയ ഒരു സിനിമ കണ്ട ഫീൽ തോന്നുന്നു. ഭയങ്കര ഇമോഷണൽ ആണ് ആഫ്റ്റർ മോഹൻലാൽ കം ബാക്ക്. സൂപ്പറാണ്. പക്ക ഡയറക്ടറിൻ്റെ കയ്യിൽ തന്നെയാണ് എല്ലാം. അതുപോലെ തന്നെ ഒരു മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഒരു പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്നുള്ളത് ശരിക്കും ഈ ഒരു ഡയറക്ടറിൻ്റെ മാത്രം കഴിവാണ്. അതുപോലെ മോഹൻലാൽ ശോഭന കോംബോ, നമ്മൾ എത്ര നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു നായികൻ കോംബോയാണ്. അതും അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ വില്ലൻ എന്ന് പറയുന്നത് വില്ലൻ്റെ ഒരു എന്താ പറയുക, നമ്മളെ ഒരു ആക്ഷൻ അല്ലെങ്കിൽ ഒരു ആടി അതൊന്നുമല്ല. ശരിക്കും ഒരു വില്ലൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഇമോഷണലി നമ്മളെ കണക്ട് ചെയ്യുന്ന ഒരു പടമാണ്. എന്തായാലും പക്ക മോഹൻലാൽ ഫിലിം. തുടരും അടിപൊളി പടം കേട്ടോ. ഞാൻ കുറച്ച് ദിവസമായിട്ട് റിവ്യൂ ഒന്നും നോക്കാതെ പോയി കണ്ടതാണ്. റിവ്യൂ ഒന്നും നോക്കാതെ കാണുക, ഫ്രഷായിട്ട്. ഒയ്യോ, മാരക പടം. ഇതൊക്കെ കാണുമ്പോഴാണ് ഈ എമ്പുരാനൊക്കെ എടുത്ത് തോട്ടിലെറിയാൻ തോന്നുന്നത്. കീടിലം പടം, സൂപ്പറായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര സന്തോഷം. അവസാനം കണ്ണ് നിറഞ്ഞ അത്തുപോണക്ക് ഇത്രയും നാളും കണ്ടതിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. റിവ്യൂ ഒന്നും കാണാതെ വന്ന് കണ്ടതുകൊണ്ടാണ് ഇത്രയുടെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തത്. ഇനിയിപ്പോൾ ആരെങ്കിലും കാണാൻ വരുന്നുണ്ടെങ്കിൽ റിവ്യൂ ഒന്നും കാണാതെ ഫ്രഷായിട്ട് വന്ന് കാണുക. മാരക പടം. പെർഫോമൻസ് എല്ലാവരും. വില്ലൻ കിടിലൻ വില്ലൻ. അടിപൊളി പടം. സന്തോഷമായി. നല്ല പടം. എങ്ങനെയുണ്ടായിരുന്നു മോഹൻലാൽ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല കറക്റ്റായിട്ടുണ്ട്. വേർത്ത് സീൻ. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? സൂപ്പറായിരുന്നു. മോഹൻലാൽ ആക്ടിങ് സൂപ്പറായിരുന്നു. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിൽ? ഹലോ സോറി, കൊള്ളാം, നല്ലതായിരുന്നു. എങ്ങനെയുണ്ട് മോഹൻലാൽ? എങ്ങനെയുണ്ടായിരുന്നു? മോഹൻലാൽ അടിപൊളിയായിരുന്നു. മോഹൻലാൽ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വില്ലൻ അഭിനയം ഒന്നും പറയാനില്ല, നല്ല പറയാം. ഓവറോൾ നല്ലൊരു പടമാണ്. എങ്ങനെയുണ്ട് വില്ലൻ? എങ്ങനെയുണ്ട്? പുതിയ ആളാണ് വില്ലൻ. സൂപ്പറാണ്, വേറെ ഒന്നും പറയാനില്ല. കിഡിലോ നല്ല